എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഒരു ഞായറാഴ്ചയായിട്ട് സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന നല്ലൊരു വിഷയം ചർച്ച ചെയ്യാനാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറ്. പക്ഷേ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അത്ര കണ്ട് സന്തോഷം നൽകുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്തയാണ്. മകൾ ആൺസുഹൃത്തിന്റെ കൂടെ പോയതിന് പിന്നാലെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. അതിന്റെ കൂടെ തന്നെ അവര് എഴുതി വെക്കുകയും ചെയ്തു, സ്വന്തം മൃതശരീരം ആ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട സമയത്ത് എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്. സോ പല 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 ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി. അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയാണ്, ആ പെൺകുട്ടി ചെയ്ത കാര്യം, പ്രണയം അല്ലെങ്കിൽ ആ പെൺകുട്ടി പോയത്, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളോടാണ്. ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട്, ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ആക്ച്വലി ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്ന ഒരാളല്ല. ഓക്കെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുക, മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യണം. പക്ഷേ നമ്മുടെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മക്കളായിട്ടില്ലെങ്കിൽ അതോടുകൂടി ജീവിതം കഴിഞ്ഞു, അല്ലെങ്കിൽ ജീവിതം അതോടുകൂടി തീരണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് വേറെ വശം, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. എനിക്ക് പറയാനുള്ളത് ഞാനടക്കമുള്ള മാതാപിതാക്കളോടാണ്, അല്ലെങ്കിൽ എന്റെയും എന്റെ മുമ്പത്തെ ജനറേഷൻ. സോ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നു, നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുന്നു, ആ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ആ കുഞ്ഞ് 10-18 വയസ്സായി ഒരു മുതിർന്ന അഡൾട്ട് ആവുന്നു, അല്ലെങ്കിൽ ഒരു പൗരൻ അല്ലെങ്കിൽ പൗരയാകുന്നു. അതിനുശേഷം നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളെ നമ്മൾ കാണുന്നത് നമ്മുടെ ആഗ്രഹപൂർത്തീകരണത്തിനുള്ള ആളുകളായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെല്ലാം ചെയ്യണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അവര് പഠിക്കണം, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജോലിയിലെത്തണം, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കല്യാണം കഴിക്കണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കണം. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ അനാവശ്യമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറെ പ്രതീക്ഷകളുണ്ട്. കുറെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ. നോക്കൂ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്നുള്ളത്. അത് വളരെ കറക്റ്റാണ്. കാരണം മാമ്പൂ വരും, ചിലപ്പോ ഒരു മഴയും അല്ലെങ്കിൽ ഒരു കാറ്റും അടിച്ചു കഴിഞ്ഞാൽ ആ മാമ്പൂ എല്ലാം കൊഴിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ മാവ് പൂത്ത് അല്ലെങ്കിൽ അതിൽ കായ്കനികൾ ഉണ്ടാവണം എന്നില്ല. അത് പറഞ്ഞ പോലെ തന്നെയാണ് മക്കളുടെ കാര്യവും. നമ്മൾ മക്കളെ എല്ലാവരെയും വളർത്തണം, നല്ല രീതിയിൽ പഠിപ്പിക്കണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ ഓവറായിട്ട് അവരുടെ പുറത്ത് ഇങ്ങനെയുള്ള പ്രതീക്ഷകളുടെ ഭാരം നിങ്ങൾ കയറ്റി വെച്ചാൽ വലിയ ഒരു നിരാശയിലേക്ക് പലപ്പോഴും നിങ്ങൾക്ക് പോവേണ്ടി വരും. ഇപ്പൊ ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് അതിന്റെ എക്സ്ട്രീം എത്തി. മക്കൾക്ക് വേണ്ടി മരിക്കുക, മകൾക്ക് വേണ്ടി മരിക്കുക, അതാണോ അവർ ചെയ്യേണ്ടത്? അവരൊരു ഭാര്യയും ഭർത്താവുമാണ്. ഒരു മകൾ അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് വേറെ പല റോളുകളും ഉണ്ട്. അവർക്ക് പരസ്പരം തന്നെ അവർ ലൈഫ് പാർട്ട്നേഴ്സാണ്, ജീവിതത്തിലെ പങ്കാളികളാണ്, ജീവിത പങ്കാളികളാണ്. അവർക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും, അവര് ഒരു മകനായിരിക്കും, മകളായിരിക്കും, അവർക്ക് സഹോദരങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോ ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു റോൾ അല്ലാതെ തന്നെ നമുക്ക് ധാരാളം റോളുകൾ ആ സൊസൈറ്റിയിലുണ്ട്. സോ പലപ്പോഴും പറ്റിപ്പോകുന്നത്, നമ്മൾ ഈ അച്ഛനമ്മ എന്ന് പറയുന്ന ഒറ്റ റോളിലേക്ക് ചുരുങ്ങി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം. ഞാൻ എത്രയോ അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്, ധാരാളം സമ്പാദിച്ച് എന്നാൽ സ്വന്തം ജീവിതം ഒട്ടും ആസ്വദിക്കാതെ, ഒരു ട്രിപ്പ് പോലും പോവാതെ, ഒരു നല്ല ഡ്രസ്സ് വാങ്ങിയിടാതെ, ഇങ്ങനെ കൂട്ടി മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൺ എന്റെ അച്ഛനമ്മമാര് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരൊക്കെ അങ്ങനെയായിരുന്നു. അതായത് അവരുടെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ, ഞാനൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ, ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എന്റെ ജീവിതം ആസ്വദിച്ചിട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും പണം കൂട്ടി എന്റെ മകളെ എനിക്ക് നാളെ ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ ഈ പേയ്മെന്റ് സീറ്റിൽ പഠിപ്പിക്കണം, എനിക്ക് അവളെ അതാക്കണം ഇതാക്കണം. ഞാൻ വലിയൊരാളാന്നല്ല കേട്ടോ പറയുന്നത്, ഞാൻ എന്റെ ചിന്താഗതി പറഞ്ഞതാണ്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. എനിക്ക് കാഴ്ചകൾ കാണാൻ, അല്ലെങ്കിൽ നാടുകൾ കാണാൻ, കുറെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ ഞാൻ സമ്പാദിക്കുന്ന എന്റെ പണം എന്റെ മകളുടെ പഠിത്തത്തിന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അവൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലൊരു എക്സ്പോഷർ കൊടുക്കണം, അവൾക്ക് നാളെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അവളെ വളർത്തണം. അത് വലിയൊരു കടമ തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ എന്റെ സന്തോഷങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാനിപ്പോ അതിന്റെ വീഡിയോസ് വരെ നമ്മുടെ പേജുകളിൽ ഇടുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഡോക്ടർ ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ ഇടുന്നത് എന്നുള്ളത്. നോക്കൂ, അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്.
അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം നമുക്ക് ആകെ കുറച്ച്, നാളെ നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, ഇന്നേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഇന്ന് നമ്മൾ പറ്റുന്ന രീതിയിൽ, നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങൾ ചെയ്തിട്ടും, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പൊ പലരും ഇതിന്റെ താഴെ വന്നിട്ടുണ്ട്, മക്കളെ വളർത്തുമ്പോൾ 1000 സ്വപ്നങ്ങളുണ്ട്. ശരി, നിങ്ങൾ സ്വപ്നം കണ്ടോളൂ. പക്ഷെ ഈ മക്കളെല്ലാവരും ആ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? മക്കൾ എന്ന് പറയുന്നത് നമ്മൾ അവരെ വളർത്തി വലുതാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിലപ്പുറം നിങ്ങൾ അവരിൽ പ്രതീക്ഷ വെച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ജീവിതത്തിൽ ടെൻഷനും സ്ട്രെസ്സും ഇത്തരത്തിൽ ഇങ്ങനെ എക്സ്ട്രീം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മകള് പോയി ഇനി എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ജീവൻ ഒടുക്കുന്ന അവസ്ഥ വരെ വരുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അപ്പോ അമിതമായ പ്രതീക്ഷ ആളുകളിൽ വെക്കരുത്. അത് മക്കളായാലും ശരി, ആരായാലും ശരി. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ടുള്ള പ്രതീക്ഷ നമ്മുടെ മക്കളിൽ വെക്കുമ്പോൾ അവരതിനനുസരിച്ചിട്ട് വളർന്നിട്ടില്ലെങ്കിൽ, അവരതിനനുസരിച്ച് പെരുമാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് വരും. ഇപ്പം ശരിയാണ്, ഒരു മകളെ വളർത്തുമ്പോൾ ആ മകളിന്റെ കല്യാണവും അതിപ്പോ മകനായാലും ശരി, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇൻ കേസ് അവർ അതിനനുസരിച്ചിട്ട് വന്നില്ല, അവര് വേറൊരാളുടെ കൂടെ പോയി, ഓക്കെ, ഡെഫിനറ്റ്ലി എനിക്ക് മനസ്സിലാവും, ഞാനൊരു അമ്മയാണ്, നമുക്ക് വേദന ഉണ്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും, വളരെയധികം അസഹനീയമായ വേദന ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മുടെ ജീവിതം ഒടുക്കാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമാവേണ്ട കാര്യമുണ്ടോ? അതാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ മകള് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഏതൊരു അച്ഛനമ്മമാർക്കും അത് ഒരു വലിയ ആഘാതം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടായി? ആ പെൺകുട്ടിയുടെ ഒരു ഷോക്ക് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ അവരുടെ അച്ഛനമ്മമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവരുടെ സഹോദരങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് പലപ്പോഴും ഈ രീതിയിൽ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. സോ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, ഞാൻ എന്റെ ചിന്താഗതിയാണ് പറഞ്ഞത്. നിങ്ങൾ കേൾക്കുന്നവർക്ക് നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾ കേൾക്കുന്നതിൽ അധിക ശതമാനം പേരും അച്ഛനമ്മമാരായിരിക്കും. സോ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന രീതി, കാരണം നാളെ എന്റെ മകൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്റെ ജീവിതം കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് ജീവിതം ഒടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ എന്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. സോ അമിതമായ പ്രതീക്ഷകൾ നമ്മൾ ആരിലും വെക്കാതിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽ, കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കയ്യിലൊന്നും അല്ല, പ്രത്യേകിച്ച് ഈ ഒരു തലമുറ, ഈ ഒരു കാലഘട്ടം. സോ അവർ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് വിടുക. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട, അവരവരുടെ വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ. അവരെടുത്ത തീരുമാനം അത് നല്ലതായാലും ചീത്തയായാലും അതിന്റെ പരിണിത ഫലം അവരനുഭവിക്കട്ടെ. നിങ്ങൾ അതിൽ നിന്ന് പതുക്കെ പിന്മാറി ഡെഫിനറ്റ്ലി ആ ഒരു വിഷമത്തിൽ നിന്ന് പതുക്കെ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് ജീവിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് കളഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളതാണ്. ആ അച്ഛനമ്മമാർക്ക് എന്ത് പോയി, ആ മകൾക്ക് എന്ത് പോയി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേട്ടോ. അപ്പോ ഡോക്ടറുടെ കയ്യിൽ പണമുണ്ട്, എനിക്കറിയില്ല ഇതെല്ലാം ഈ ബന്ധങ്ങൾ പണം കൊണ്ടാണോ അളക്കുന്നത്? എനിക്ക് എന്റെ മകളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്റെ അത്ര പണം ഇല്ലാത്ത ഒരാൾക്ക് അവരുടെ മകളോടുള്ള സ്നേഹം അങ്ങനെയാണോ? പണമുള്ള ആളുകൾക്ക് സ്നേഹം കുറയേ? എന്താ ഈ പണം എന്ന് പറയുന്നത്? ബന്ധങ്ങൾ എല്ലാവർക്കും മക്കൾ പ്രിയപ്പെട്ടതാണ്. എനിക്ക് എന്റെ മകൾ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് അംബാനിക്ക് അംബാനിയുടെ മകളും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്റെ താഴെ സാമ്പത്തികമായിട്ട് എനിക്ക് താഴെ നിൽക്കുന്ന ഒരാൾക്കും ഒരാളുടെ മകൾ പ്രിയപ്പെട്ടതാണ്. സോ വേദന എല്ലാവർക്കും ഒരുപോലെയാണ് സഹോദര. ഇവിടെ ഡോക്ടറുടെ കയ്യിൽ പണം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ദയവ് അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയല്ലേ, കേട്ടോ. ഞാൻ പറഞ്ഞത് ഏതൊരു അച്ഛനമ്മമാർക്കും സമാധാനമായിട്ട് ജീവിക്കണമെങ്കിലുള്ള കാര്യമാണ്. ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് എല്ലാവരേക്കാൾ ഉപരി നമ്മളെയാണ്. മക്കളെ ഓവറായി സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ജീവിക്കണം, അത് വേറെ ആരും ജീവിക്കില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. അതാണ് സത്യം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾക്കും ചിലപ്പോൾ സന്തോഷം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഈ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇന്നത്തെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, വളർത്തുക.
ഒക്കെ നല്ല തന്നെ. പക്ഷേ അമിതമായ പ്രതീക്ഷ വെക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്ന, ഞാൻ ജീവിക്കുന്ന രീതി പറഞ്ഞു തന്നു. അത്രേ ഉള്ളൂ കേട്ടോ. യാ സോ ഇന്നത്തെ വിഷയം എന്താണ് ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും സന്തോഷമുള്ള വിഷയമല്ല. ആദ്യം മുതൽ കേൾക്കാൻ പറ്റെങ്കിൽ ഒന്ന് കേൾക്കുക. നമ്മൾ നമ്മുടെ മക്കളുടെ പുറത്ത് അമിതമായ പ്രതീക്ഷകൾ വെക്കുന്നത് കൊണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം കേട്ടോ. സോ യെസ്, എല്ലാവർക്കും ഹായ്. കുറെ പേര് കാണുന്നുണ്ട്. നോക്കൂ, 800-ലധികം പേര് ഇപ്പൊ ലൈവ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും കാമ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതെല്ലാ അച്ഛനമ്മമാരിലേക്കും എത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പലപ്പോഴും നമ്മളിങ്ങനെ പല 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 സംഭവങ്ങളും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ നോർമലൈസ്ഡ് ആയി പോയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. സോ ഇത് പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന എല്ലാ അച്ഛനമ്മമാരിലേക്കും ഇത് ശരിയെന്ന് തോന്നുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നാട്ടിൽ പോയി ജസ്റ്റ് വന്നു കേട്ടോ. ഞാനിപ്പോൾ തിരിച്ച് ഷാർജയിൽ തന്നെയാണ്. ഇനി ഏപ്രിൽ വരുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ.